നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ SCRTയിലെ തന്നെ ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. ഇനി കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ പാഠത്തിൽ ആദ്യം തന്നെ ഒരു കവിത തന്നിട്ടുണ്ട്, വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ പന്തങ്ങൾ എന്ന് പറയുന്ന കവിത. അപ്പോൾ ഈ കവിതയിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചു തുടങ്ങിയത്, തൻ്റെ ചുറ്റുപാടുകളുടെയൊക്കെ രൂപപ്പെടുത്തി എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രകൃതി വിഭവങ്ങളും അധ്വാനശേഷി ഉപയോഗപ്പെടുത്തിയിട്ടാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ധാരാളം ഉപജീവനത്തിന് വേണ്ടിയിട്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് പതുക്കെ പതുക്കെ മനുഷ്യൻ്റെ വികാസത്തിലേക്ക് എന്ത് ചെയ്ത് പല പല തുടക്കങ്ങളും ആധുനികമായിട്ട് പല കണ്ടുപിടുത്തങ്ങളുമൊക്കെ തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കൃഷി ധാരാളമായിട്ട് വ്യാപിച്ചു, ഉൽപ്പാദന വർധനവ് ധാരാളമായി ഉണ്ടായി. അപ്പം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായപ്പോൾ പിന്നെ എക്സസ് വന്ന സമയത്ത് അത് എന്ത് ചെയ്യണം, നമുക്കത് ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യണം. അപ്പോൾ അങ്ങനെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ പതുക്കെ മാർക്കറ്റ് ചന്തകളൊക്കെ ഉണ്ടായി. അങ്ങനെ ചന്തകളുണ്ടായി പതുക്കെ അത് വികസിച്ച് കച്ചവട കേന്ദ്രങ്ങളായി മാറി. ആ കച്ചവട കേന്ദ്രങ്ങൾ പിന്നെ നഗരങ്ങളായി മാറി. അങ്ങനെ ഈ കൃഷിയിൽ നിന്ന് പതുക്കെ അത് വ്യവസായത്തിലേക്കുള്ളൊരു വളർച്ചയായിട്ട് മാറി. അങ്ങനെ സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ആദ്യകാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യകാലത്ത് കാർഷിക ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, അവരുടെ അധ്വാനം ഉപയോഗിച്ചിട്ടാണ് ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യാധ്വാനമായിരുന്നു ആദ്യകാലത്ത് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അംഗങ്ങൾ കൂടുമ്പോൾ, അതായത് ഒരു സ്ഥലത്ത് ജനസംഖ്യ കൂടുമ്പോൾ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതും ഭൂമി എന്ത് ചെയ്യണം, നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂമി നമുക്ക് കൃഷിക്ക് പറ്റുന്ന രീതിയിൽ യോഗ്യമാക്കി തീർക്കണം. അതിനു വേണ്ടിയിട്ട് ധാരാളമായിട്ട് അധ്വാനം മനുഷ്യരെ നടത്തേണ്ടതായിട്ട് വന്നു. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കതൊക്കെ വെട്ടിത്തെളിച്ച് എന്ത് ചെയ്യേണ്ടി വന്നു, വെട്ടിത്തെളിച്ച് നമുക്ക് കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് വെട്ടിത്തെളിച്ച് മാറ്റിയിട്ട് അവിടെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ പതുക്കെ മനുഷ്യരെന്ത് ചെയ്തു, ഇരുമ്പ് കണ്ടുപിടിച്ചു, ഓരോ ലോഹങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഇരുമ്പ് കണ്ടുപിടിച്ചപ്പോൾ ഇരുമ്പ് ഇത്തിരി കാഠിന്യമുള്ളത് കൊണ്ട് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ധാരാളം ഉപകരണങ്ങൾ അവരുണ്ടാക്കി. അത് മൂർച്ചയുള്ളതും അങ്ങനെ നല്ല നീളമുള്ളതും അങ്ങനെയുള്ളതായിട്ടുള്ള ഉറപ്പുള്ള ഉപകരണങ്ങൾ അവരുണ്ടാക്കി. അങ്ങനെ ഭൂപ്രദേശത്ത് അപ്പോൾ ആ കൃഷി ഒരു സ്ഥലത്ത് നിന്ന് കൂടുതൽ സ്ഥലത്തേക്ക് എന്ത് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് ഒരു വിസ്തൃതമായിട്ടുള്ള പ്രദേശത്തേക്ക് എന്ത് ചെയ്തു, ഇവരുടെ താമസം മാറുകയും അവർ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കൃഷി കൂടുതൽ വ്യാപിപ്പിച്ച സമയത്ത് എന്ത് സംഭവിച്ചു, ഭക്ഷ്യോൽപാദനം കൂട്ടേണ്ടതായിട്ട് വന്നു. ഭക്ഷ്യോൽപാദനം ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് അവർക്ക് ഭക്ഷിക്കാനായിട്ട് ആഹാരം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, ഇനി ഭൂമിയിൽ നിന്ന് ഈ കുഴിച്ചെടുത്ത പലതരത്തിലുള്ള ലോഹധാതുക്കളുണ്ടല്ലോ, ഈ ലോഹധാതുക്കളുടെ ഉപയോഗമാണ് പലതരത്തിലുള്ള വ്യത്യസ്ത രൂപത്തിലും നീളത്തിലും ഒക്കെ ഉള്ള പലതരം ഉപകരണങ്ങൾ അവർ നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ ഈ പലതരം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഉപകരണങ്ങൾ കാരണമാണ് കൂടുതൽ പ്രദേശത്തേക്ക് ഈ ജനങ്ങൾക്ക് മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനായിട്ട് പറ്റി. അപ്പോൾ കൃഷി കൂടുതലായിട്ട് വ്യാപിച്ചപ്പോൾ അവർക്ക് ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു, വ്യാപാരം തുടക്കമിട്ടു. പതുക്കെ ഓരോ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്ത് നഗരങ്ങളായിട്ട് മാറി. ഇനി എങ്ങനെയാണ് തുടക്കം? അപ്പോൾ അതിനു മുമ്പ് വ്യാപാരം എന്താണെന്ന് നമുക്കറിയണം. എന്താണ് വ്യാപാരം എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വ്യാപാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ എന്താണ് വ്യാപാരത്തിൻ്റെ തുടക്കം, എങ്ങനെയാണ് വ്യാപാരം തുടങ്ങിയത്? അപ്പോൾ കൃഷി വ്യാപകമായപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചു. ഉൽപ്പാദനം വർദ്ധിപ്പിച്ചപ്പം ധാരാളം ഉൽപ്പന്നങ്ങൾ മിച്ചമായി. ആ മിച്ചമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതൊക്കെ സൂക്ഷിച്ചു വെച്ചു. അല്ലാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തവ എന്ത് ചെയ്തു, ആവശ്യമുള്ളവർക്ക് കൈമാറ്റം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്ത സമയത്താണ് എന്ത് ഡെവലപ്പ് ചെയ്ത് വന്നത്, നമുക്ക് ഈ വ്യാപാരം ഡെവലപ്മെൻറ്റ്. ആദ്യകാലത്ത് ബാർട്ടർ സിസ്റ്റം. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം നമ്മൾ വാങ്ങിയിരുന്ന ആ ഒരു സമ്പ്രദായത്തിനെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ ആദ്യകാലത്ത് ഒരു പ്രദേശത്ത് മാത്രമായിരുന്നു ഇതുപോലെയുള്ള സാധനങ്ങളുടെ കൈമാറ്റം നടന്നിരുന്നത്. പിന്നെയാണ് ഈ കൃഷി വ്യാപിച്ച് ഓരോ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൃഷി വ്യാപിക്കുന്നതിനനുസരിച്ച് ഇതുപോലെ കൈമാറ്റം ചെയ്യുന്ന സ്ഥലങ്ങളുടെയും വ്യാപാരം, അതുപോലെ തന്നെ ആ സ്ഥലങ്ങളുടെയും മറ്റുള്ള സ്ഥലത്തേക്ക് വ്യാപിച്ചു. അങ്ങനെ അതിനുശേഷം ബാർട്ടർ സിസ്റ്റത്തിന് കുറേ പരിമിതികളുണ്ടായി. അതായത് നമ്മളെ കയ്യിലുള്ള സാധനം ഉപയോഗിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്കൊരു പരിമിതിയുണ്ട്. അങ്ങനെ പരിമിതി ഉണ്ടായപ്പോഴാണ് പതുക്കെ നാണയങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ലോഹങ്ങൾ ഉപയോഗിച്ച് ചെമ്പിലും വെള്ളിയിലും സ്വർണ്ണത്തിലും ഒക്കെ നാണയങ്ങൾ നിർമ്മിച്ചിട്ട് അത് കുറച്ചും കൂടി എളുപ്പമായി സാധനങ്ങൾ വാങ്ങാനും സേവനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മാറി. അപ്പം നമുക്ക് പഠിക്കാം എന്താണ് നാണയ വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ, ഈ പ്രാചീന കാലത്ത് ഉൽപ്പന്നം കൈമാറ്റത്തിനായിട്ട് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നീട് ചെമ്പ്, വെള്ളി, സ്വർണ്ണമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അപ്പം ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാണയ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതെ, അധ്വാനശേഷിക്ക് പ്രതിഫലമായിട്ട് നമ്മൾ നാണയങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നാണയം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനെയാണ് നമ്മൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നല്ല ഈസി ആയിട്ട് നടക്കാൻ തുടങ്ങി. നാണയം ഉപയോഗിച്ചിട്ടുള്ള വ്യാപാര കൈമാറ്റങ്ങളും ചെയ്ത ജോലിക്ക് കൂലി നാണയമായിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം, അതിനെ നാണയ വ്യവസ്ഥ എന്ന് പറയാം. ഇനി ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്നത് പട്ടുപാത എന്ന് പറയും. അപ്പം നമുക്ക് വ്യാപാരം നടത്താനായിട്ടൊരു പുതിയൊരു പാത നിലയിൽ വന്നു. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടും. സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ടൊരു പുതിയൊരു പാത നിലയിൽ വന്നു. അതാണ് പട്ടുപാത, സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഇതുവഴി അപ്പോൾ ഈ ഒരു പട്ടുപാത വഴി ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തോടൊപ്പം എന്തൊക്കെ തുടങ്ങി, സാംസ്കാരിക സങ്കലനവും, രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക സങ്കലനം ഈ ഒരു വാണിജ്യ പാത വഴി ലഭിക്കാൻ തുടങ്ങി. ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്ന വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും താമസിക്കാനും ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാനുള്ള അതിഥി മന്ദിരങ്ങൾ ഈ പാതയിൽ ധാരാളമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ സാരായികൾ എന്നാണ് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതിഥി മന്ദിരങ്ങളെ നമ്മൾ ഈ റെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മന്ദിരങ്ങളെ നമ്മൾ സരായീസ് എന്ന് പറയുമായിരുന്നു. ഇനി എന്തൊക്കെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തത്? അപ്പോൾ കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൻകാലത്ത് എന്ത് ചെയ്തു, വരുമാനം ലക്ഷ്യം വെച്ച് മാത്രമുള്ളതായിട്ട് മാറാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ വരുമാനം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടുന്നതാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അതിനെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് പറയാൻ പറ്റും. ഉൽപ്പാദനം എന്ന പ്രക്രിയയിലൂടെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എപ്പോഴും നടക്കുന്നത്, അല്ലേ? ഉൽപ്പാദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എക്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വിറ്റഴിച്ച് നമുക്കതിൽ നിന്നൊരു വരുമാനം അല്ലെങ്കിൽ ഒരു ലാഭം നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ പണ്ടത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ ചാണക്യൻ, കൗടില്യൻ എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ. ഈ അർത്ഥശാസ്ത്രത്തിൽ എന്താണ് കൗടില്യൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അതിനു മുന്നേ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സമൂഹത്തിന് പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെയാണെന്നാണ് ഇദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത്. ഈ അർത്ഥശാസ്ത്രത്തിൽ തന്നെ കൗടില്യൻ എന്തൊക്കെയാണ് പറയുന്നത്? അഭിവൃദ്ധിയുടെ മൂലകാരണം എന്താണ്? സാമ്പത്തിക പ്രവർത്തനമാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ
അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് അർത്ഥശാസ്ത്രത്തിൽ ആര് പറഞ്ഞു? കൗടില്യൻ പറഞ്ഞു. ഓക്കെ, ഇനി ഒരു ചാർട്ട് നമ്മുടെ അതിനെ ബുക്കിൽ തന്നിട്ടുണ്ട്. കൃഷിയുടെ വ്യാപനം. കൃഷി വ്യാപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മിച്ച ഉൽപ്പാദനം ഉണ്ടായി. മിച്ച ഉൽപ്പാദനം ഉണ്ടപ്പോൾ എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങൾ നമ്മൾ സംഭരിക്കാൻ തുടങ്ങി. സംഭരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചന്തകൾ, അങ്ങാടികൾ എന്നിവ ഉണ്ടായി. പതുക്കെ അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി? കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങളായിട്ട് മാറി. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെ വിഭജിക്കാൻ പറ്റും? സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമുക്ക് 3 മേഖലയായിട്ട് വിഭജിക്കാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അപ്പോൾ ആദ്യം എന്താണ് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരിട്ട് പ്രവർത്തനങ്ങൾ നടത്തും. ഇതിനെയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്, അല്ലേ? എക്സാമ്പിൾ നമുക്ക് പറയാം. ഉദാഹരണങ്ങൾ കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം എന്ത് വരുന്നു? ഈ പ്രാഥമിക മേഖലയിൽ വരുന്നു. ഇതിന് നമുക്ക് കാർഷിക മേഖല എന്ന് പറയാൻ പറ്റും, അല്ലേ? കാർഷിക മേഖലയെ നമുക്ക് എന്ത് മേഖല എന്നും പറയാം? പ്രാഥമിക മേഖല എന്നും പറയാം. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയിലെ ഒരു നട്ടെല്ല്, ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ പ്രാഥമിക മേഖലയാണ്. അത് കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താ? പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയെ നമുക്ക് എന്ത് മേഖല എന്ന് പറയാം? ദ്വിതീയ മേഖല എന്ന് പറയാം. പ്രാഥമിക മേഖലയിൽ നിന്ന് നമുക്ക് കുറച്ച് അസംസ്കൃത വസ്തുക്കൾ നമ്മൾ പ്രാഥമിക മേഖലയിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. ആ മേഖലയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ദ്വിതീയ മേഖല എന്ന് പറയാൻ പറ്റും. ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് നമുക്കിതിന് വ്യാവസായിക മേഖല എന്ന് പറയാം. ഉദാഹരണം എന്തൊക്കെ പറയാം? വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽസ്, വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവയെല്ലാം നമുക്ക് എന്തിലോട്ട് പറയാം? ദ്വിതീയ മേഖലയിൽ പറയാം. അടുത്ത മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ തൃതീയ മേഖല. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ ഈ പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു മേഖലയാണ് തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ. പ്രാഥമിക, തൃതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതിനും പുറമെ എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഉള്ള ഒരു മേഖലയാണ് നമ്മൾ തൃതീയ മേഖല എന്ന് പറയുന്നത്. അപ്പം സേവനം നടത്തുന്ന മേഖല ആയതുകൊണ്ട് നമുക്കിതിനെ സേവന മേഖല എന്ന് പറയാം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബാങ്കിങ്, ആരോഗ്യം, വാർത്താവിനിമയം തുടങ്ങിയവയെല്ലാം നമുക്ക് എന്തിലോട്ട് പറയാൻ പറ്റും? സേവന മേഖലയിലോട്ട് പറയാൻ പറ്റും. ഇനി കുറച്ച് പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ മേഖലയിലാണെന്ന് പറയണം. അപ്പോൾ ഇതിൽ പ്രാഥമിക മേഖലയിൽ വരുമ്പോൾ ഏതൊക്കെ വരും? കൃഷി വരും, ഖനനം വരും, മത്സ്യബന്ധനം വരും, അല്ലേ? കൃഷി, ഖനനം, മത്സ്യബന്ധനം. ദ്വിതീയ മേഖലയിലാണെങ്കിൽ വ്യവസായം വരും, കെട്ടിട നിർമ്മാണം വരും, വൈദ്യുതി ഉൽപ്പാദനം വരും. തൃതീയ മേഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ബാങ്കിങ് വരും, ആരോഗ്യരംഗം വരും, വാർത്താവിനിമയം വരും. ഓക്കെ.